ഫ്രണ്ട്സ്, മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം പാർട്ട് 2. മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്ക് വേണ്ടി സോളിഡ് വേസ്റ്റിൽ നിന്ന് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാസ്മ ടെക്നോളജി. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ ഇതുവരെ തുടർന്നു വരുന്ന രണ്ട് മാർഗങ്ങളാണ് അനൈറോബിക് ഡൈജഷനിലൂടെ കംപ്രസ്ഡ് ബയോഗ്യാസ് അഥവാ CBG നിർമ്മാണവും കമ്പോസ്റ്റിങ്ങും. മറ്റൊന്ന് റിഫ്യൂസ് ഡിറൈവ്ഡ് ഫ്യൂവൽ നിർമ്മാണവും അതിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനവും. ഈ രണ്ട് പ്രോജക്റ്റുകളും വേസ്റ്റിൽ നിന്ന് ഊർജോൽപാദനം കൂടി നടത്തുന്ന ഫലപ്രദമായ വേസ്റ്റ് പ്രോസസ്സിംഗ് രീതികൾ ആണെങ്കിലും സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂളുകൾ ശരിയായി ഫോളോ ചെയ്ത് ജലസ്രോതസ്സുകളുടെയും വായുവിന്റെയും മലിനീകരണം തടയുന്നതിന് പലപ്പോഴും പരാജയപ്പെടുന്നതായി കാണുന്നു. ഇത്തരം പ്രോജക്റ്റുകളിൽ ലാൻഡ് ഫില്ലുകൾ കൂടി ആവശ്യമായി വരുന്നതിനാൽ പ്രശ്നം വളരെ സങ്കീർണമാകുന്നു. എന്നാൽ ലാൻഡ് ഫില്ലുകൾ ഇല്ലാതെ തന്നെ സോളിഡ് വേസ്റ്റ് പൂർണ്ണമായും ഏകദേശം 97% ഊർജമായും ബാക്കിയുള്ളത് വിട്രിഫൈഡ് സ്ലാഗായി മാറുന്ന വളരെ ഫലപ്രദമായ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന ടെക്നോളജി സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ ഇന്ന് ലഭ്യമാണ്. നമുക്ക് ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റുകൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? കാരണങ്ങൾ ഇവയാണ്. ആദ്യമായി, നിലവിലെ പ്രോജക്റ്റുകൾ എയർ ക്വാളിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാം. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ വേസ്റ്റ് റിസീവിംഗ് ഏരിയയിലും ഷ്രെഡിംഗ്, പൾവറൈസേഷൻ തുടങ്ങിയ പ്രോസസ്സിംഗ് ഏരിയകളിലും ഉണ്ടാകുന്ന ദുർഗന്ധം അഥവാ എയർ പൊല്യൂഷൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016, അതിപ്പോൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 2026 ആയിട്ടുണ്ട്, അനുസരിച്ച് നടപ്പാക്കാതെ പൊതുജനങ്ങളുടെ പ്രൊട്ടസ്റ്റ് കാരണം പ്രോജക്റ്റുകൾ പരാജയപ്പെടുന്നു. ഇതുകൂടാതെ അനൈറോബിക് ഡൈജഷനിലെ ഡൈജസ്റ്റേറ്റ് അഥവാ ലെഫ്റ്റ് ഓവറിൽ നിന്ന് വിൻഡ്രോസ് പ്രോസസ്സിലൂടെ കമ്പോസ്റ്റ് നിർമ്മിക്കുമ്പോൾ വായു മലിനീകരണം ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കാതിരിക്കുന്നതാണ് മുൻ പ്രോജക്റ്റുകളുടെ പരാജയത്തിന് മറ്റൊരു കാരണം. എയർ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 2026 പറഞ്ഞിരിക്കുന്ന നടപടികൾ ഇവയാണ്. ഒന്ന്, ബാഡ് സ്മെൽ അഥവാ അൺപ്ലസന്റ് ഓർഡർ റിലീസാക്കുന്ന വേസ്റ്റ് റിസപ്ഷൻ ഏരിയ, ഷ്രെഡേഴ്സ്, കൺവെയേഴ്സ്, ഓപ്പൺ വിൻഡോസ് ഏരിയ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം എൻക്ലോസ്ഡ് ആക്കി ദുർഗന്ധമുള്ള എയറിനെ അന്തരീക്ഷത്തിലേക്ക് വിടുന്നതിന് മുമ്പ് പ്രത്യേക തരത്തിലുള്ള ട്രീറ്റ്മെന്റ് സിസ്റ്റങ്ങളിലൂടെ കടത്തിവിടേണ്ടതുണ്ട്. സാധാരണയായി ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റേഴ്സ്, ബയോ ഫിൽറ്റേഴ്സ്, കെമിക്കൽ സ്ക്രബേഴ്സ് തുടങ്ങിയവ ഇതിനായി ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ നടപടി ഇതാണ്. അനൈറോബിക് ഡൈജഷന്റെ ലെഫ്റ്റ് ഓവർ അഥവാ ഡൈജസ്റ്റേറ്റ് പോസ്റ്റ് ട്രീറ്റ്മെന്റിലൂടെ പാത്തോജൻ എലിമിനേഷൻ, അൺപ്ലസന്റ് ഓർഡർ റിഡക്ഷൻ, എക്സാമ്പിൾ ഹൈഡ്രജൻ സൾഫൈഡ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അമോണിയ തുടങ്ങിയവ, മോയ്സ്ചർ കണ്ടന്റ് ഹാൻഡ്ലിംഗ്, ഫൈറ്റോടോക്സിസിറ്റി റിഡക്ഷൻ തുടങ്ങിയവ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. ടേബിൾ 1 ശ്രദ്ധിക്കുക. ഇനി തുടർന്ന് വരുന്ന വേസ്റ്റ് പ്രോസസ്സിംഗ് രീതികൾ ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. പുവർ ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റി ആൻഡ് ലാൻഡ്ഫിൽസ്. MSW പ്രോജക്റ്റുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഭീഷണിയാണ് വാട്ടർ സോഴ്സുകളുടെ കണ്ടാമിനേഷൻ. നിലവിലുള്ള അനൈറോബിക് ഡൈജഷൻ പോലുള്ള എല്ലാ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റുകളിലും വേസ്റ്റ് റിജക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. വേസ്റ്റ് റിജക്റ്റുകൾ എന്ന് പറയുന്നത് പ്രോസസ് ചെയ്യാൻ കഴിയാത്ത ഹൈലി കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ്, ഫുട്വെയർസ്, ക്ലോത്ത്സ്, റഗ്സ്, റബ്ബർ തുടങ്ങിയവയാണ്. ഇവ ലാൻഡ് ഫില്ലുകളിലാണ് നിക്ഷേപിക്കുന്നത്. ലാൻഡ് ഫിൽ മെയിൻ്റനൻസിന് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിലും ഇത്തരം വേസ്റ്റുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ലിച്ചേറ്റ് അഥവാ ടോക്സിക് ആയിട്ടുള്ള ജലം മറ്റു ശുദ്ധജല സ്രോതസ്സുകളെ കണ്ടാമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. SWM റൂൾ 2026 ഈ പ്രശ്നം അഡ്രസ് ചെയ്യുന്നതിന് കൃത്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച്, ഒന്ന്, ഒരു ലാൻഡ് ഫിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ലാൻഡ് ഫില്ലിന്റെ 50 മീറ്റർ പെരിഫറിയിലുള്ള ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റിയുടെ ബേസ് ലൈൻ ഡാറ്റ ശേഖരിച്ച് ഭാവിയിലെ റെഫറൻസിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. 2, ലാൻഡ് ഫിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം ലാൻഡ് ഫില്ലിന്റെ 50 മീറ്റർ പെരിഫറിയിൽ ഉള്ള വാട്ടർ ക്വാളിറ്റി പീരിയോഡിക്കലായി മോണിറ്റർ ചെയ്യണമെന്നും റൂൾ വ്യക്തമാക്കുന്നു.
അത് സമ്മറിലും മൺസൂണിലും പോസ്റ്റ് മൺസൂണിലും ഉറപ്പാക്കേണ്ടതുമാണ്. ബന്ധപ്പെട്ട അധികാരികൾ പുതിയ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റുകളിൽ SWM റൂൾ 2026 നിർബന്ധമായും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അഭ്യർത്ഥിക്കുന്നു. എയർ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിനും വാട്ടർ സോഴ്സുകളെ സംരക്ഷിക്കുന്നതിനും പൊതുജനങ്ങളുടെ രോഷം ഇല്ലാതാക്കുന്നതിനും ഇത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ട് പ്ലാസ്മ ടെക്നോളജി? പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ഉപയോഗിച്ചുള്ള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ ലാൻഡ് ഫില്ലിംഗ് ഓപ്പറേഷൻ ആവശ്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. വേസ്റ്റ് റിജക്ട്സ് അനൈറോബിക് ഡൈജഷനിലും റെഫ്യൂസ് ഡിറൈവ്ഡ് ഫ്യൂവൽ പ്രൊഡക്ഷനിലും ഗണ്യമായി ഉണ്ടാകുമെങ്കിലും പ്ലാസ്മ ഗ്യാസിഫിക്കേഷനിൽ വേസ്റ്റ് റിജക്ട് ഇല്ല എന്നതുകൊണ്ട് തന്നെ ലാൻഡ് ഫില്ലുകൾ ആവശ്യമായി വരുന്നില്ല. പ്ലാസ്മ ഗ്യാസിഫിക്കേഷനിൽ ഏകദേശം 97% സോളിഡ് വേസ്റ്റും ഗ്രീൻ ഹൈഡ്രജൻ അഥവാ സിൻ ഗ്യാസായി മാറ്റാൻ കഴിയുന്നു. പ്ലാസ്മ ഗ്യാസിഫിക്കേഷനിൽ മെറ്റൽ, സാൻഡ്, ഡേർട്ട് തുടങ്ങിയ വസ്തുക്കൾ ഒഴിച്ച് മറ്റെല്ലാ സോളിഡ് വേസ്റ്റുകളും ഗ്രീൻ ഹൈഡ്രജനാക്കി മാറ്റുന്നതിന് കഴിയുന്നു എന്നത് മറ്റെല്ലാ ടെക്നോളജികളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നു. പ്ലാസ്മ ഗ്യാസിഫിക്കേഷനിൽ ഉൾപ്പെടുന്ന സോളിഡ് വേസ്റ്റുകൾ ഇവയാണ്: പേപ്പർ, പ്ലാസ്റ്റിക്സ്, വുഡ്, ഫുഡ് വേസ്റ്റ്, ക്ലോത്ത്, ബയോമെഡിക്കൽ ആൻഡ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ഹസാഡസ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ ഡെബ്രീസ്, ഓട്ടോമോട്ടീവ് വേസ്റ്റ് തുടങ്ങിയവ. ഈ ടെക്നോളജിയിൽ മെറ്റലും ഗ്ലാസും ഡേർട്ടും ഉരുകിച്ചേർന്ന് വിട്രിഫൈഡ് സ്ലാഗ് അഥവാ പ്ലാസ്മ റോക്ക് എന്ന ഉറപ്പുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാകുന്നു. ഈ വസ്തു കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ കൂടുതൽ എഫിഷ്യന്റ് ആക്കുന്നതിന് സോളിഡ് വേസ്റ്റിൽ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കേണ്ടതും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, കൊറോസീവ് കെമിക്കൽസ് തുടങ്ങിയവ ഒഴിവാക്കേണ്ടതുമാണ്. എന്താണ് പ്ലാസ്മ? മാറ്ററിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ. ഏകദേശം 2000 മുതൽ 10000 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഊഷ്മാവ് വർദ്ധിപ്പിച്ച് വസ്തുക്കളെ ഹൈ എനർജി അവസ്ഥയിലുള്ള ഹൈഡ്രജൻ അയോണുകൾ ആക്കി മാറ്റുന്നു. 2 ഇലക്ട്രോഡുകൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ആർക്കുകളിലൂടെ ആണ് പ്ലാസ്മ എന്ന പ്ലാസ്മ ടോർച്ച് ഉണ്ടാകുന്നത്. സൂര്യനിൽ പ്ലാസ്മ സ്റ്റേറ്റിലുള്ള അവസ്ഥയാണ്. അവിടെ ഹൈഡ്രജനും ഹീലിയവും തമ്മിൽ ഒരു റിവേഴ്സിബിൾ അയോണിക് ഇക്വിലിബ്രിയത്തിലാണ്. സൂര്യനിലെ ഈ അവസ്ഥയിൽ നിന്നാണ് നമുക്ക് സൗരോർജം ലഭിക്കുന്നത്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ വളരെ ഫലപ്രദമാണ്. ഈ മാർഗത്തിൽ റെസിഡ്യൂകൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നത് ഒരു വലിയ നേട്ടമാണ്. ബ്രിട്ടനും കൊറിയയും ജപ്പാനും എല്ലാം പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് ബ്രിട്ടനിലെ അത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ രാജ്യത്ത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC അവരുടെ റിസർച്ച് വിങ്ങായ ഗ്രേറ്റർ നോയിഡയിലെ നേത്രയിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി പ്ലാസ്മ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു പൈലറ്റ് പ്ലാന്റിന് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഒരു ദിവസം 25 ടൺ സോളിഡ് വേസ്റ്റ് പ്രോസസ് ചെയ്യാൻ കഴിവുള്ള ഈ പ്ലാന്റിൽ ദിവസവും 1 ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. മറ്റ് വേസ്റ്റ് പ്രോസസ്സിംഗ് രീതികളെ അപേക്ഷിച്ച് ചെലവ് കൂടിയ ഒരു മാർഗമാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. നോയിഡയിലെ ഈ പൈലറ്റ് പ്ലാന്റിന് ഏകദേശം 128 കോടി രൂപയാണ് ചെലവ്. എന്നാൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റുകളിൽ ഇത്രത്തോളം ഫലപ്രദമായ പരിസ്ഥിതിക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന മറ്റൊരു ടെക്നോളജി ഇതുവരെ ലഭ്യമായിട്ടില്ല. അതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൺവെൻഷണൽ ആയ സോളിഡ് വേസ്റ്റ് പ്രോജക്റ്റുകൾക്ക് ഒപ്പം NTPC നേത്രയുമായി ചേർന്ന് സോളിഡ് വേസ്റ്റിൽ നിന്ന് ഗ്രീൻ ഹൈഡ്രജനും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പൈലറ്റ് പ്ലാന്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ എങ്കിലും സ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ചെലവ് കൂടിയ ഒരു പദ്ധതിയാണെങ്കിലും നമ്മുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ നിലവിലിരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു പെർഫെക്റ്റ് ടെക്നോളജി തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. കോർപ്പറേഷൻ അധികാരികൾ ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു.
തിരുവനന്തപുരം കോർപ്പറേഷനോടും കേരളത്തിലെ മറ്റ് ലോക്കൽ ബോഡികളോടും അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2026 ഏപ്രിൽ 1 നിലവിൽ വരുന്നു. ഈ നിയമത്തിലെ ഗൈഡ് ലൈനുകൾ കൃത്യമായി ഫോളോ ചെയ്ത് എയർ ക്വാളിറ്റിയും വാട്ടർ പ്യൂരിറ്റിയും ഉറപ്പാക്കി സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതികൾ നടപ്പിലാക്കിയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിനും ഭാരതത്തിനും ലോകത്തിന് തന്നെയും മാതൃകയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനായി ബന്ധപ്പെട്ടവർ ഇവിടെ വിശദീകരിച്ച പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ടെക്നോളജികൾ പരിഗണിച്ച് നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.